ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൻ്റെ വിവരം പുറം ലോകത്തെ അറിയിച്ച നീതു ഇന്ന് ഹൃദയം ഉറങ്ങുന്ന ഒരു ഓർമ്മയാണ് നമുക്ക്. അയൽവാസികളടക്കം 40ഓളം പേർക്ക് അഭയം കൊടുത്ത വീട്ടിലേക്ക് മലവെള്ളം ഇരച്ചെത്തിയതോടെ ഭർത്താവ് ജോജോയുടെ കയ്യിൽ നിന്ന് നീതു വഴുതിപ്പോയി. നിലമ്പൂരിൽ നിന്ന് കണ്ടെടുത്ത നീതുവിൻ്റെ മൃതദേഹം ചൂരൽമല സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ സംസ്കരിച്ചു. ഒന്നും അറിയാതെ 4 വയസ്സുകാരൻ മകൻ അമ്മയെയും കാത്തിരിപ്പാണ്. നീതുവാണ് ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെയും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താം. ചൂരമ്പല സ്കൂളിന്റെ അവിടെ മേലേന്ന് മറിഞ്ഞു വീണ് പോന്നതാ. വീട്ടിലൊക്കെ വെള്ളമാണ്. ഒന്ന് ആരോടെയും ഒന്ന് നിങ്ങളൊന്ന് പറ. ആ ദുരന്തരാത്രിയുടെ എല്ലാ ഭീകരതയും മനുഷ്യന്റെ ദൈന്യതയും നീതുവിന്റെ നിലവിളിയിലുണ്ട്. പ്രാണൻ കയ്യിൽ പിടിച്ചുള്ള കരച്ചിൽ നീതുവിനും കുടുംബത്തിനും വേണ്ടി മാത്രമായിരുന്നില്ല. ചൂരൽമല പുഴയിൽ മലവെള്ളം കുതിച്ചെത്തിയതിനു പിന്നാലെ 40ഓളം അയൽവാസികൾ പ്രാണരക്ഷാർത്ഥം ഓടിയെത്തിയത് നീതുവിൻ്റെയും ജോജോയുടെയും വീട്ടിലേക്കായിരുന്നു. ആ വീടാണ് ദാ കാണുന്നത്. വെള്ളാർമല സ്കൂളിൻ്റെ പുറകുവശത്താണ് ജോജോയുടെയും നീതുവിൻ്റെയും ഈ വീട്. ചുറ്റും നിറയെ വീടുകളുണ്ടായിരുന്നു. എല്ലാം ഉരുളെടുത്തു. വീടിനിരുവശത്തിലൂടെയും 2 കൈവഴിയായി പുഴ ഗതിമാറി ഒഴുകിയതോടെ ഈ വീട് സുരക്ഷിതമാണെന്നു കരുതിയിട്ടാവണം അയൽവാസികൾ ഇവിടേക്ക് ഓടിയെത്തിയത്. എന്നാൽ രണ്ടാമത്തെ ഉരുൾപൊട്ടലിനു പിന്നാലെ സാഹചര്യം മാറി. ഈ വീട്ടിലുണ്ടായിരുന്ന നീതുവിന് തങ്ങളും അപകടത്തിലാണെന്ന് ബോധ്യമായി. വീട്ടിലുണ്ട് വെള്ളമാണ്. എല്ലാരും കുറെ പേരൊക്കെ ഇവിടെ എത്തിച്ചു. ഇനി അറിയില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇനി പൊട്ടിയാൽ ഞങ്ങളൊക്കെ പോകും. നീതു വിളിച്ചറിയിച്ചതിനനുസരിച്ചാണ് ഫയർഫോഴ്സും രക്ഷാവാഹനങ്ങളും പ്രദേശത്തേക്ക് പുറപ്പെട്ടത്. താഞ്ഞിലോട് റോഡിൽ മരം വീണ് ഗതാഗതം മുടങ്ങി. ചൂരൽമല ഒറ്റപ്പെട്ടു. സാരികൾ ചേർത്തുകെട്ടി പരമാവധി പേരെ ജോജോയും ഒപ്പമുണ്ടായിരുന്നവരും മറുകര എത്തിച്ചു. ഇരച്ചെത്തിയ പാറക്കൂട്ടങ്ങളിൽ ചിലത് വീടിന്റെ ഒരു വശം തകർത്തു. ആ ഭാഗത്തെ മുറിയിലുണ്ടായിരുന്നവരിൽ നീതുവും 3 അയൽക്കാരും. നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു. അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. നീതു നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ്, മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. കുട്ടികൾക്ക് അമ്മയായിട്ടും എല്ലാവർക്കും സഹോദരിയായിട്ടും എല്ലാം നല്ലൊരു മിടുക്കിയായിട്ടുള്ള പെൺകുട്ടി. ആ ഒരു എല്ലാവരും നഷ്ടപ്പെട്ടു. എന്നാൽ നീതുവിൻ്റെയും ഈ ഒരു വേർപാട് ഞങ്ങളെ എല്ലാവരെയും വളരെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഉരുൾപൊട്ടിയെന്ന് എല്ലാവരെയും അറിയാവുന്ന കോണ്ടാക്റ്റുകളെ എല്ലാം വിളിച്ചു പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെട്ട ഒത്തിരിയധികം വ്യക്തികളുണ്ട്. പക്ഷേ ഇവരിങ്ങനെ സുരക്ഷിതമാണ് എന്ന് കരുതിയെങ്കിൽ പോലും അവസാനം പലരെയും അവരെ രക്ഷിച്ചെങ്കിലും നീതുവും കൂട്ടത്തിലുണ്ടായ 2-3 പേരും പെട്ടുപോവുകയാണ് ചെയ്തത്. വീണ്ടും വെള്ളം വന്നപ്പോൾ ആ മുറിയുടെ ഭാഗം അടക്കം എടുത്തുകൊണ്ട് പോയി. അങ്ങനെയാണ് നീതു ജോജോയുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്തത്. വാഴവറ്റ സ്വദേശിയാണ് നീതു. വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ് ചൂരൽമലയിലേക്ക്. ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജിലെ ജീവനക്കാരി. ഇത് നീതു ജോജോ ദാമ്പത്യത്തിന്റെ 10ാം വാർഷികം. ജോജോയുടെ കയ്യിൽ നിന്നാണ് പ്രാണന്റെ പാതി വഴുതിപ്പോയത്. 4 വയസ്സുകാരൻ മകൻ പാപ്പി ഇപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല. കുഞ്ഞിനെ ഓമനിച്ച് കൊതിയും തീർന്നിട്ടില്ല. 2 നാൾ മുമ്പ് നിലമ്പൂരിൽ ചാലിയാറിന്റെ തീരത്ത് നിന്ന് നീതുവിനെ കണ്ടെടുത്തു. തിരിച്ചറിയാനാകാത്ത വിധം. നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഹൃദയം പിറക്കുന്ന വേദനയുടെ നിമിഷങ്ങളാണ്. എന്നാൽ പോലും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. നീതുവിന്റെ ചിരിക്കുന്ന ചിത്രത്തിനു മുന്നിൽ ഇപ്പോഴും മെഴുകുതിരി എരിയുന്നുണ്ട്. പിന്നിൽ അകലെ പുഞ്ചിരിമട്ടത്തെ കുന്നിൻ ചെരുവുകൾ തല താഴ്ത്തി നിൽക്കുന്നു. ചൂരൽമലയിൽ നിന്നും വിപിൻ വേളിക്കൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24. നീതു, നീ ഞങ്ങളുടെ കണ്ണുനീരാണ്. നിന്റെ മുഖത്തെ ചിരി എന്നേക്കുമായി മാഞ്ഞുപോയി എന്ന് പറയുമ്പോൾ ഒരാൾക്കും സഹിക്കാൻ ആവില്ല. പ്രേക്ഷകർക്കൊക്കെ നീതുവിൻ്റെ ഈ അനുഭവം
എങ്ങനെ താങ്ങാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ വെള്ളം ഇരച്ചെത്തിയ ആ നിമിഷത്തിൽ പല ആളുകൾക്കും ഫോൺ ചെയ്ത് നീതു സ്വന്തം ജീവൻ മാത്രം രക്ഷിക്കാൻ കഴിഞ്ഞില്ല നീതുവിന്. നീതു എന്നും നമ്മുടെ കണ്ണീരോർമ്മയാകും.